ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ചാറ്റ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് SCERT 10th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി രണ്ടാമത്തെ ചാപ്റ്റർ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ഒന്നാമത്തെ പാഠഭാഗം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലോകം 20ാം നൂറ്റാണ്ടിൽ. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം തന്നെ ആഫ്രിക്ക വൻകരയുടെ ഒരു ഭൂപടമാണ് തന്നത്. ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ നേർരേഖയിലാണെന്ന് പറയുന്നു. വിഭവങ്ങൾ തേടി ആഫ്രിക്കയിൽ എത്തിയ യൂറോപ്യർ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൻ്റെ അതിരുകൾ വരച്ച് ആഫ്രിക്കയെ വീതം വെക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആഫ്രിക്ക വൻകരയുടെ അതിരുകൾ നേർരേഖയിലാവാൻ കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആദ്യമായി ആരംഭിച്ചത്. എന്താ പറഞ്ഞത്? 18ാം നൂറ്റാണ്ടിൽ ആണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. അത് ഇംഗ്ലണ്ടിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടി. അത് അവരുടെ ലാഭത്തിൽ വർധനവുണ്ടാക്കി. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മുതലാളിമാർ എന്താ ചെയ്തത്? അവർക്ക് ഉൽപ്പാദനവും ലാഭവും കൂട്ടാൻ വേണ്ടി കൂടുതൽ മൂലധനം നിക്ഷേപിച്ചു. അടുത്ത ഭാഗം നോക്കാം. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം എന്നറിയപ്പെട്ടു. വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചിരുന്നു. അവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മാത്രം മതിയാകുമായിരുന്നില്ല. ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി. ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറി. ഈ പ്രക്രിയ കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നു. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയിൽ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ അവ വിറ്റഴിക്കാൻ ആഭ്യന്തര കമ്പോളം മതിയാവാതെ വരികയും അവിടെ ഒരു കോളനിവൽക്കരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അടുത്ത ഭാഗം നോക്കാം. മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരായി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരങ്ങളും അതിലൂടെ തൊഴിലാളികൾ നേടിയ വേതന വർധനവും മുതലാളിമാരുടെ ലാഭത്തിൽ കുറവുണ്ടാക്കി. യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായാണ് കണ്ടിരുന്നത്. പിൽക്കാലത്ത് കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി. അതിന് മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. 1. തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി. 2. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. 3. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷതയാണ്. സാമ്രാജ്യത്തിൻ്റെ സവിശേഷത ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യമാണ് ഇതിൻ്റെ സവിശേഷത. നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത്. സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. സാമ്രാജ്യത്വ രാജ്യങ്ങൾ വന്നപ്പോൾ കോളനി രാജ്യങ്ങൾ അതെങ്ങനെയൊക്കെയാണ് ബാധിച്ചതെന്ന് നോക്കാം. കോളനികളുടെ പരമ്പരാഗതമായുള്ള സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഭരണരീതിയും നിയമവ്യവസ്ഥയൊക്കെ ഈ സാമ്രാജ്യത്വം വന്നതോടുകൂടി മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്കു പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. തദ്ദേശീയമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു. കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി.
അടുത്തത് ഒന്നാം ലോക മഹായുദ്ധം. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതാണ് ഒന്നാം ലോക മഹായുദ്ധം. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിയിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാവാൻ കാരണം തന്നെ എന്താ? സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത്. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ത്രികക്ഷി സഖ്യം ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഈ സഖ്യങ്ങളുടെ രൂപീകരണത്തോടെ യൂറോപ്പിലെ ഒരു യുദ്ധാന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെട്ടത്. സാമ്രാജ്യത്വ മത്സരങ്ങൾ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്ന് തീവ്രദേശീയത. തീവ്രദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കാനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇത് തീവ്രദേശീയത എന്നറിയപ്പെടുന്നു. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. തീവ്രദേശീയതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുക, അതേപോലെ സ്വന്തം രാജ്യം ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് പ്രത്യേകത. തീവ്രദേശീയതയുടെ വളർച്ച യൂറോപ്പിൽ ചില പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. തീവ്രദേശീയതയിലധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് താഴെ പറയുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അതിൽ ഓരോന്ന് നോക്കാം. പാൻസ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം. പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ റഷ്യ ഏകോപിപ്പിക്കുകയും പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കാൻ ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അടുത്തത് പ്രതികാര പ്രസ്ഥാനം. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും അൾസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. അത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. അപ്പം നമ്മൾ പറഞ്ഞതിൽ പാൻസ്ലാവ് പ്രസ്ഥാനം റഷ്യയുടെ നേതൃത്വത്തിലും പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയുടെ നേതൃത്വത്തിലും പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലുമാണ് രൂപം കൊണ്ടത്. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും. അത് നോക്കാം. സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികളാണ് ഒന്ന് മൊറോക്കൻ പ്രതിസന്ധി, ഒന്ന് ബാൾക്കൻ പ്രതിസന്ധി. മൊറോക്കൻ പ്രതിസന്ധി 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി. ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. മൊറോക്കൻ പ്രതിസന്ധി ഒന്നുകൂടെ നോക്കാം കേട്ടോ. 1904 ബ്രിട്ടനും ഫ്രാൻസും കൂടി ഒരു രഹസ്യസന്ധി ഒപ്പുവിട്ടു. അതെന്തായിരുന്നു വെച്ചാൽ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചുകൊണ്ടുള്ള സന്ധിയായിരുന്നു അത്. പക്ഷേ മൊറോക്കോയിൽ ഒരു കണ്ണുണ്ടായിരുന്ന ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. ജർമ്മനി എന്ത് ചെയ്തു?
മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പൽ അയച്ചു. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഫ്രാൻസ് തൻ്റെ കൈവശമുണ്ടായിരുന്ന കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി. പക്ഷേ എന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി. അടുത്ത നോക്കാം ബാൾക്കൻ പ്രതിസന്ധി. ഗ്രീസിന് കീഴിലുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ബാൾക്കൻ പ്രതിസന്ധി നോക്കാം. 1912 ബാൾക്കൻ സഖ്യം, ആ സഖ്യത്തിലെ രാജ്യങ്ങളാണ് സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ എന്നിവർ തുർക്കിയെ പരാജയപ്പെടുത്തി. യുദ്ധത്തിന് ശേഷം യുദ്ധത്തിലെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കാൻ ഈ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞില്ല. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ബാൾക്കൻ പ്രതിസന്ധിക്ക് കാരണം. ബാക്കി ഭാഗം നോക്കാം. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയ റഷ്യയുടെ സഹായത്തോടെയും ആസ്ട്രിയ ജർമ്മനിയുടെ പിന്തുണയോടെയും ശ്രമിച്ചു. ഈ സമയത്താണ് 1914 ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരവോയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസിപ്പസ് വെടിവെച്ച് കൊന്നത്. സെർബിയയാണ് ഇതിന് ഉത്തരവാദിയെന്ന് പ്രഖ്യാപിച്ച ഓസ്ട്രിയ സെർബിയയ്ക്കുമേൽ 1914 ജൂൺ 28 യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രങ്ങളും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. ലോകത്തെ വലുതും ചെറുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികളായി. അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോകമഹായുദ്ധം എന്നറിയപ്പെടുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് 1914 അവസാനിച്ചത് 1918. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടം 1914-1918. ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണ് ലോക സമാധാനം സംരക്ഷിക്കാനായി സർവ്വരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടന രൂപം കൊണ്ടു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചിത്രമാണ് ഴാങ് റെനോയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. ഒന്നാം ലോകമഹായുദ്ധത്തെ ആസ്പദമാക്കിയുള്ള 2 ചലച്ചിത്രങ്ങളാണ്. ഒന്ന് ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ടും സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി. അടുത്തത് സമാധാന ശ്രമങ്ങൾ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം 1919 പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പം വിജയിച്ചത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യങ്ങളാണ്. 1919 പാരീസിലാണ് സമാധാന സമ്മേളനം നടന്നത്. പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവർ വെവ്വേറെ സന്ധികളിൽ ഒപ്പിട്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വേഴ്സായ് സന്ധി. ജർമ്മനിയുമായി ഒപ്പുവെച്ച സന്ധിയാണ് വേഴ്സായ് സന്ധി. 1919 ഒപ്പുവെച്ചത്. ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധനഷ്ടപരിഹാരമായി വൻ തുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. എല്ലാത്തിനുമുപരി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. അടുത്തത് സാമ്പത്തിക മാന്ദ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. അതോടെ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടുനിന്നില്ല. 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലായിരുന്നു. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലാണ് 1929. അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു.
അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം എന്താ? അവരുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക. അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനിയിലെ ജനങ്ങളുടെ തലയിലായി. അടുത്ത് നോക്കാം, കറുത്ത വ്യാഴാഴ്ച. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു. അതുവരെയുണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. ധാരാളം പേർ ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു. തൊഴിലില്ലായ്മ രൂക്ഷമായി. ലോക വാണിജ്യം തന്നെ തകരാറിലായി. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത്. അടുത്തത് ഫാഷിസവും നാസിസവും. ഒന്നാം ലോക യുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാർലി ചാപ്ലിൻ്റെ നിരീക്ഷണമാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിലുള്ളത്. അടുത്ത ഭാഗം നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. ജനങ്ങൾ തൊഴിൽ രഹിതരായി. നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിച്ചു. ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാഷിസവും ജർമ്മനിയിലെ നാസിസവും. സാമ്പത്തിക തകർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയവ ഇവയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കി. അടുത്തത് ഫാഷിസം എന്താ നോക്കാം. ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടു. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ടുദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത്. ഫാഷിസം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ടുദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത്. അടുത്തത് പറയുന്നത് ഫാഷിസത്തിൻ്റെ സവിശേഷതകളാണ്. ജനാധിപത്യത്തോടുള്ള വിരോധം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം, സൈനിക സ്വേച്ഛാധിപത്യം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഫാഷിസത്തിൻ്റെ സവിശേഷതകൾ ഒന്നുകൂടെ പറയാം. ജനാധിപത്യത്തോടുള്ള വിരോധം, സോഷ്യലിസത്തിൻ്റെ എതിർപ്പ്, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം, സൈനിക സ്വേച്ഛാധിപത്യം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇതെല്ലാമാണ് ഫാഷിസത്തിൻ്റെ സവിശേഷതകൾ. അടുത്തത് നോക്കാം, മുസോളിനിയും ഫാഷിസവും. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ഇറ്റലിയിൽ ഫാഷിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണിത്. ഇറ്റലിയിൽ ഫാഷിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. അടുത്തത് ഫാഷിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്താനിടയായ സാഹചര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാഷിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം. ഇറ്റലി ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ് പെട്ടതെങ്കിൽ കൂടി അതിൻ്റെ കാര്യമായ നേട്ടമൊന്നും ഇറ്റലിക്ക് ലഭിച്ചില്ല. അതേപോലെ യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം എന്നിവയൊക്കെ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി നിർത്തി. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം സമ്പന്നരെ ഫാഷിസത്തെ പിന്തുണയ്ക്കാനുള്ള ഒരു കാരണവുമായി മാറി.
അടുത്തത്, ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൈക്കൊണ്ടു. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ഫാഷിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി പ്രാചീന റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു. ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പാക്കുന്നതിനു കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി. ആക്രമണോത്സുകരായ വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു. ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, മുസോളിനി ഇറ്റലിയിൽ അധികാരത്തിലേറിയതിനു ശേഷം രാഷ്ട്രീയമായും സാമ്പത്തികമായും സ്വേച്ഛാധിപത്യപരമായ നടപടികളാണ് കൈക്കൊണ്ടിരുന്നത്. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചിരുന്നത്. സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളികളെയും കർഷക നേതാക്കളെയൊക്കെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഫാഷിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. അതുപോലെ ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ എന്ന് പറഞ്ഞ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെല്ലാം അടിച്ചമർത്തി. അടുത്ത് നമുക്ക് നോക്കാം, വിജയിച്ച ഇറ്റലി. ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്നു ഇറ്റലി ഉണ്ടായിരുന്നത്. യുദ്ധം തുടരവേ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തേക്ക് കൂറുമാറി. അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ കൂട്ടത്തിലായി. മെറ്റിയോറ്റി എന്ന് പറയുന്നത് ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു. ഫാഷിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരന് അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാഷിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാഷിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു. അടുത്തത്, ഹിറ്റ്ലറും നാസിസവും. ജർമ്മൻ പുരോഹിതൻ മാർട്ടിൻ നിമോയ്ലറുടെ വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഹിറ്റ്ലറുടെ അനുയായികളുടെ അതിക്രമങ്ങളിലും ക്രൂരതകളിലും മൗനം പാലിച്ച ജർമ്മൻ ബുദ്ധിജീവികളെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വരികൾ. ഫാഷിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം. ഒന്നാം ലോകയുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി ജർമ്മൻ ജനതയെ അഭിമാനിതരാക്കി. അതിന് പ്രതികാരം ചെയ്യാനും രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കാനും കഴിവുള്ള ഏതൊരു നേതാവിനെയും അനുസരിക്കാൻ അവർ തയ്യാറായിരുന്നു. ഈ അവസരത്തിലാണ് ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ നേതാവാകുന്നത്. ജർമ്മനിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ ജൂതരാണെന്ന് വിശ്വസിച്ച ഹിറ്റ്ലറെ അധികാരത്തിലേറാൻ സഹായിച്ച ചില ഘടകങ്ങളാണ് താഴെ പറയുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും, ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. തൻ്റെ സംഘടനാ മികവും പ്രസംഗ പാടവവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ ഹിറ്റ്ലർക്കു കഴിഞ്ഞു. നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഇത് ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നു. ഇതിനായി തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യം ഗെസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകി. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ നോക്കാം. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. നാസി വാഴ്ചക്കാലത്ത് ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ഒളിച്ചു കടന്നു. എന്നാൽ നാസികളുടെ പിടിയിൽ അകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും ഓഷ്വിറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെടുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. അടുത്തത്, ചെമ്പകരാമൻ പിള്ളയും നാസികളും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് മലയാളിയായ ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു ചെമ്പകരാമൻ പിള്ള. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലറോടും നാസികളോടും അകന്നതോടെ അവരുടെ ശത്രുവായി. അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ സർക്കാർ ജപ്തി ചെയ്തു. ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് നാസികളാണ് ഉത്തരവാദിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹിറ്റ്ലർ ജർമ്മനി ഭരിച്ചിരുന്ന കാലത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം. ആര്യന്മാരാണ് ലോകത്തിൻ്റെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശം എന്ന് പറഞ്ഞു. അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും പറഞ്ഞു. ജർമ്മന്മാർ എന്ന് പറയുന്നത് ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു.
നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെയെല്ലാം നിരോധിച്ചു. തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ ഒരു പ്രതികാര മനോഭാവം വളർത്തിയെടുക്കാൻ സഹായിച്ചു. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചു. ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു. ആസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റു രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അത് മറ്റൊരു ലോകമഹായുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. ഹിറ്റ്ലറുടെ ഈ ഭരണപരിഷ്കാരങ്ങളൊക്കെ തന്നെയാണ് രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. നമുക്ക് നോക്കാം. അടുത്തത് രണ്ടാം ലോകമഹായുദ്ധം. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കാനായി ഒരു യുദ്ധം. ഇങ്ങനെ പറഞ്ഞത് വുഡ്രോ വിൽസനാണ്. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കാനായി ഒരു യുദ്ധം എന്ന് പറഞ്ഞത് വുഡ്രോ വിൽസൺ. ഒന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ പറഞ്ഞ വാക്കുകളാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിക്കാനായി ഒരു യുദ്ധം. എന്നാൽ ഒന്നാം ലോകയുദ്ധം അവസാനിച്ച് 20 വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു. 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കാം. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം നടന്നത് 1914 മുതൽ 1918 ആയിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം നടന്നത് 1939 മുതൽ 1945 വരെ. രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽ 1945 വരെ. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു. ഈ ആക്രമണ നയങ്ങൾ വ്യാപിക്കുന്നതിനായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകി. അപ്പോൾ അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവ കൂടിയാണ് അച്ചുതണ്ട് ശക്തി. സഖ്യശക്തികളിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവ ചേർന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രൂപീകരിക്കപ്പെട്ട 2 സഖ്യങ്ങളാണ്. ഒന്ന് അച്ചുതണ്ട് ശക്തികളും 2 സഖ്യശക്തികളും. അച്ചുതണ്ട് ശക്തികളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികളിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ബാക്കി നോക്കാം. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താൻ സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല. മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണ്ടത്. ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണന നയം എന്നറിയപ്പെട്ടു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് തുടക്കം കുറിക്കാൻ കാരണം. മ്യൂണിക് ഉടമ്പടി എന്താണെന്ന് നോക്കാം. പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1938 മ്യൂണിക് ഉടമ്പടി. ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായ സുഡാറ്റൻലാൻഡ് എന്ന പ്രദേശത്തിന് മേൽ ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചു. തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു. ചെക്കോസ്ലോവാക്യയെ ഇതിലേക്ക് ക്ഷണിച്ചില്ല. ഈ സമ്മേളനം സുഡാറ്റൻലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനമായി. മ്യൂണിക് ഉടമ്പടി ഒന്നുകൂടെ നോക്കാം. ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായ സുഡാറ്റൻലാൻഡിന് മുകളിൽ ഹിറ്റ്ലർ ഒരു അവകാശവാദം ഉന്നയിച്ചു. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ബ്രിട്ടനും, ഫ്രാൻസും, ഇറ്റലിയും, ജർമ്മനിയും കൂടി ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു. പക്ഷേ ചെക്കോസ്ലോവാക്യനെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ല. ഈ സമ്മേളനത്തിൽ എന്താ തീരുമാനിച്ചത്? സുഡാറ്റൻലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനമാവുകയും ചെയ്തു. ഇതാണ് മ്യൂണിക്കിൽ നടന്ന ഉടമ്പടി. മ്യൂണിക് ഉടമ്പടി 1938 അടുത്തത് അനാക്രമണ സന്ധി. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കൂടിയാണ് അനാക്രമണ സന്ധി ഒപ്പിട്ടത്. സോവിയറ്റ് യൂണിയനും ജർമ്മനിയും. ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. എന്നാൽ 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ കരാർ അവസാനിച്ചു.
അപ്പോൾ അനാക്രമണ സന്ധി 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ കരാർ അവസാനിച്ചു. അടുത്ത് നോക്കാം, പേൾ ഹാർബർ ആക്രമണം. 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങൾക്കുമുണ്ടായിരുന്ന സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിച്ചു. അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ കാരണം 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതിനെ തുടർന്നാണ് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത്. യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ജപ്പാൻ ഇപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുമ്പ് അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടെ ജപ്പാനും കീഴടങ്ങി. രണ്ടാം ലോകമഹായുദ്ധം മാനവരാശിക്ക് ബാക്കിവെച്ച ദൂരവ്യാപകമായ ഫലങ്ങളാണ് താഴെ പറയുന്നത്. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാജ്യങ്ങളുടെ ലോകമേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ ഒന്നുകൂടെ നോക്കാം. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോകമേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഐക്യരാഷ്ട്ര സംഘടന UNO രൂപീകരിച്ചത്. അടുത്ത് നോക്കാം, പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഗോർണിക്ക, ഏഷ്യൻ ഹെമിംഗ്വേയുടെ നോവൽ മണി മുഴങ്ങുന്നത് ആർക്കുവേണ്ടി എന്നിവ രണ്ടാം ലോകമഹായുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ്. പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ യുദ്ധചിത്രത്രയങ്ങളായ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നിവയും ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വൈ, ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അലൻ റെനെയുടെ ഹിരോഷിമ മോൺ അമോർ, സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. പിക്കാസോയുടെ ചിത്രമാണ് ഗോർണിക്ക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവലാണ് മണി മുഴങ്ങുന്നത് ആർക്കുവേണ്ടി. ആന്ദ്രേ വൈദയുടെ യുദ്ധചിത്രങ്ങളാണ് ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വൈ, ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അലൻ റെനെയുടെ ഹിരോഷിമ മോൺ അമോർ, സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. അടുത്ത് നോക്കാം, UNOനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒക്ടോബർ 24 UN ദിനമാണ്. ഒക്ടോബർ 24 UN ദിനം. ഒന്നാം ലോക യുദ്ധാനന്തരം സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചു. ഇത് ലോക സമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു. രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള സംഘടനകൾ ആരംഭിച്ചു. ഇതിൻ്റെ ഫലമാണ് 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന. UNO രൂപീകരിച്ചത് 1945 ഒക്ടോബർ 24. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ ചിലതാണ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത് 1945 ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. UNOന്റെ പതാകയാണ് കൊടുത്തിരിക്കുന്നത്.
ഒലീവ് ഇലകൾക്കിടയിലുള്ള ലോക രാഷ്ട്രങ്ങളുടെ ഭൂപടമാണ് UN പതാകയിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കാം, സഡാക്കോ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയാണ് സഡാക്കോ സസുക്കി എന്ന ബാലിക. അവൾ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ്. ഇതാണ് സഡാക്കോ. അടുത്തത്, കോളനികൾ സ്വതന്ത്രമാകുന്നു. രണ്ടാം ലോക യുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിനാൽ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. കൂടാതെ വൻ ശക്തികളായി ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടി. ഇത് അപകോളനീകരണം എന്നറിയപ്പെടുന്നു. സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച ചില രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തത്. ഇന്ത്യ, ഗാന്ധിജി ഇന്ത്യ, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക, ക്വാമി എൻക്രൂമ ഘാന, ജോമോ കെനിയാത്ത കെനിയ. ഗാന്ധിജി ഇന്ത്യ, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക, ക്വാമി എൻക്രൂമ ഘാന, ജോമോ കെനിയാത്ത കെനിയ. അടുത്തത്, ശീതസമരം. രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാഷിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം വീണ്ടും ഭിന്നിച്ചു. അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. എന്നാൽ സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ടു ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നത്. ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ ഒന്നുകൂടെ പറയാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫാഷിസത്തിനെതിരെ ഭിന്നതകളെല്ലാം മറന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടി ഒന്നിച്ചു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം അവർ വീണ്ടും ഭിന്നിക്കുകയും അമേരിക്ക മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുക്കുകയും സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനും വേർപിരിഞ്ഞു. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുള്ള ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബർണാഡ് ബറൂച്ച് ആണ്. വാൾട്ടൺ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരം നൽകി. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബർണാഡ് ബറൂച്ച്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബർണാഡ് ബറൂച്ച് ആണ്. അടുത്തത് നോക്കാം, ഇരുധ്രുവ രാഷ്ട്രീയം. രണ്ടാം ലോക യുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം യഥാക്രമം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു. ആശയപരമായ ഈ ചേരിതിരിവിനെയാണ് ചരിത്രകാരനായ ആൾനോൾഡ് ടോയംബി ഇരുധ്രുവ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം യഥാക്രമം മുതലാളിത്ത ചേരിക്കും അമേരിക്ക മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്ക് റഷ്യയും നേതൃത്വം കൊടുത്തു. ആശയപരമായ ഈ ചേരിതിരിവിനെ ചരിത്രകാരനായ ആൾനോൾഡ് ടോയംബി ഇരുധ്രുവ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിച്ചു. അടുത്തത്, ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ, അമേരിക്കയും സഖ്യകക്ഷികളും. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയും സഖ്യകക്ഷികളും. സെൻറ്റോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയും സഖ്യകക്ഷികളും. വാർസോ ഉടമ്പടി, സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും. ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങളാണിവ. ഒന്ന് നാറ്റോ, സീറ്റോ, സെൻറ്റോ, വാർസോ പാക്ട്. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. സെൻറ്റോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. വാർസോ ഉടമ്പടി, സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ചേർന്നത്. അടുത്തത്, ചേരിചേരായ്മ. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളാണ്: ഒന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്ത്, മാർഷൽ ടിറ്റോ യൂഗോസ്ലേവിയ, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്ത്, മാർഷൽ ടിറ്റോ യൂഗോസ്ലേവിയ, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. എന്താണ് ചേരിചേരാ പ്രസ്ഥാനം?
രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രരായി. ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിനു ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. അതിനാൽ മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവുമില്ലാതെ ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയൂ എന്നവർ തിരിച്ചറിഞ്ഞു. 1955 ഇന്തോനേഷ്യയിലെ ബാന്തുങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത്. 1961 ബെൽഗ്രേഡിൽ വെച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നു. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടു. ചേരിചേരാ എന്ന് പറഞ്ഞാൽ മുതലാളിത്ത ചേരിയിലോ സോഷ്യലിസ്റ്റ് ചേരിയിലോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത് 1955 ഇന്തോനേഷ്യയിലെ ബാന്തുങ് സമ്മേളനത്തിലാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ മീറ്റിംഗ് നടന്നത് 1961 ബെൽഗ്രേഡിൽ വെച്ചാണ്. ചേരിചേരായ്മ എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, പക്ഷേ ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. അടുത്ത നോക്കാം, പശ്ചിമേഷ്യ. ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളികളുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാവാതിരിക്കട്ടെ. പലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാനായ യാസർ അറാഫത്ത് 1974 UN അസംബ്ലിയിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണിത്. ഒന്നാം ലോക മഹായുദ്ധം വരെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായി. ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ആർതർ ബാൽഫൻ പ്രഖ്യാപിച്ചു. ഇത് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നു. ജൂതർക്ക് അവർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ചെയ്ത സേവനത്തിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം അനുവദിക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായ ആർതർ ബാൽഫൻ പ്രഖ്യാപിച്ചു. ഇതാണ് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചു. ഇസ്രായേൽ രൂപീകരിച്ച വർഷം 1948. 1948 ഇസ്രായേൽ രൂപീകരിച്ചത്. ഇതേ തുടർന്ന് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളുണ്ടായി. ഇസ്രായേൽ പലസ്തീനെ കൈവശപ്പെടുത്തി. ജന്മനാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്ന പലസ്തീൻകാർ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി. ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പലസ്തീൻ വിമോചന സംഘടന. യാസർ അറാഫത്ത് ആണ് ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി. എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പാക്കിയില്ല. അടുത്ത നമുക്ക് നോക്കാം, എണ്ണ രാഷ്ട്രീയ ആയുധം. ലോകത്തിലെ എണ്ണ സമ്പത്തിൻ്റെ പകുതിയും പശ്ചിമേഷ്യയിലാണ് ഉള്ളത്. അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടന ഒപെക് രൂപീകരിച്ചു. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഉപാധി എന്ന നിലയിൽ എണ്ണ ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കപ്പെട്ടു. എണ്ണയുൽപാദനം കുറച്ചും വില വർദ്ധിപ്പിച്ചുമാണ് പ്രസ്തുത തന്ത്രം നടപ്പിലാക്കിയത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സിയോണിസം. ജൂതർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രമെന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയോഡർ ഹെർഷൽ എന്ന എഴുത്തുകാരനാണ്. ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിലുണ്ടായ സുപ്രധാന സംഭവമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. ഇതിനിടയാക്കിയ കാരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, നോക്കാം. സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം, പ്രതിരോധത്തിന് അമിത പ്രാധാന്യം നൽകിയത്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാരത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും,
മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. മിഖായേലിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി കൊണ്ടുവന്നിരുന്നതാണ് ഗ്ലാസ്നോസ്ത്. ഇത് പ്രകാരം പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായാണ് പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയത്. ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക എന്നിവ ഇതിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഗൾഫ് യുദ്ധങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ പ്രധാന സംഭവങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് 1991 2003 നടന്ന ഗൾഫ് യുദ്ധങ്ങൾ. ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യസൈന്യം ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളാണ് ഈ യുദ്ധങ്ങൾക്ക് കാരണമായത്. ഇനി നോക്കാനുള്ളത് ഏകധ്രുവ ലോകം, അമേരിക്കൻ ആധിപത്യം. സോവിയറ്റ് യൂണിയന്റെ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായി. ഇതോടെ ലോകരാഷ്ട്രത്തിന്റെ കേന്ദ്രം അമേരിക്കയായി. ഇത് ഏകധ്രുവ ലോകക്രമം എന്നറിയപ്പെടുന്നു. അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. ഇവ ഏതൊക്കെയാ നോക്കാം. അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി. സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളെ അട്ടിമറിച്ചു. മാധ്യമങ്ങളെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു. അടുത്തത് നവ സാമ്രാജ്യത്വം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥിതി രൂപപ്പെട്ടു വന്നു. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ താൽപ്പര്യങ്ങൾക്കു വേണ്ടി വികസ്വരവും അവികസിതവുമായ രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇത് നവസാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. മൂന്നാം ലോക രാജ്യങ്ങളിലെ സമ്പത്ത് കൈവശപ്പെടുത്താൻ ബഹുരാഷ്ട്ര കമ്പനികൾ മത്സരിച്ചു. അവരുടെ തന്ത്രങ്ങൾ പുതിയൊരു ഉപഭോഗ സംസ്കാരം വളർത്തുന്നതിന് കാരണമായി. വികസ്വര രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി. വികസിത രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വികസ്വര രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേർന്നു. ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിക്കാൻ കഴിയാത്ത തദ്ദേശീയ സാമ്പത്തിക മേഖല തകരാൻ തുടങ്ങി. നവസാമ്രാജ്യത്വത്തിൽ എന്താ പറഞ്ഞത്? രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥിതിയാണ് രൂപപ്പെട്ടത്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതമായ രാജ്യങ്ങളിലൊക്കെ സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ ഇടപെടലുകൾ തുടങ്ങി. ഇവ സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങളായിരുന്നു ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങളാണ് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. അപ്പോൾ അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഉദാരവൽക്കരണം. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരാനായി ഇറക്കുമതി നിയമങ്ങൾ, നികുതികളും റദ്ദാക്കി. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരാനായിട്ട് ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി. അടുത്തത് സ്വകാര്യവൽക്കരണം. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. അടുത്തത് ആഗോളവൽക്കരണം. രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു. അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു. അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതികവിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. ബാക്കി നോക്കാം. ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആഗോളവൽക്കരണത്തിന് അനുസൃതമായ നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ആഗോളവൽക്കരണം ലോകത്തിനു മുന്നിൽ
പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിട്ടു. വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യാതിർത്തികൾ കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തിന് രൂപം നൽകി. എന്നാൽ ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചു. അതെങ്ങനെയാണെന്ന് നോക്കാം. ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. സാമൂഹിക സേവന മേഖലകളിൽ നിന്നു സർക്കാരുകൾ പിന്മാറി. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു. ഒന്നുകൂടെ പറയാം. ദേശരാഷ്ട്രമെന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാർ പിന്മാറി. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു. ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്കിവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് നോക്കാം. ഒന്നാം ലോകമഹായുദ്ധ കാലത്തുണ്ടായിരുന്ന സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ഫാസിസവും നാസിസും, ബെനിറ്റോ മുസോളിനിയും അഡോൾഫ് ഹിറ്റ്ലറും. രണ്ടാം ലോകമഹായുദ്ധ കാലത്തുണ്ടായിരുന്ന സഖ്യങ്ങളാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. യുദ്ധാനന്തര ലോകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടു. ശീതസമരം, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മോചനം, ചേരിചേരാ പ്രസ്ഥാനം, നവസാമ്രാജ്യത്വം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. വീഡിയോ 1-2 തവണ കേട്ടു നോക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റോ PDF എന്താണെന്ന് വെച്ചാൽ ഒന്ന് വായിക്കുക. ക്ലാസ് ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സെറ്റാവും. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.